അതെ, രാഘവേട്ടന്റെ വീട് ഇവിടെ തന്നെയല്ലേ? ആ, അത് നേരെ അങ്ങോട്ട് പോവാ. അല്ല, അവിടെ വണ്ടി പോകൂല അങ്ങോട്ടേക്ക്. ആണോ? ആ, നേരെ പോയി കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പോയി അവിടെ നിന്ന് ആരോടും ചോദിച്ചാൽ മതി. നിങ്ങളെ പൈസ എത്രയാ? 90. 90 രൂപയോ? ഇതുവരെ 90 കേട്ടില്ല. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ വന്നില്ലല്ലോ നമ്മള്. മിക്സിയിലിട്ട മാതിരി എമ്മാതിരി റോഡാണ് ഇതിലെ കാര്യം. റോഡ് ഇപ്പൊ എല്ലാ റോഡിന്റെ കഥ കണക്കാണ്. നിങ്ങൾ മീറ്റർ ഇട്ടില്ലല്ലോ. മീറ്റർ വർക്ക് ചെയ്യില്ല. അതാണ് നിങ്ങളെ കുഴപ്പം. ഒരു ഓട്ടോറിക്ഷന്റെ മീറ്റർ വർക്ക് ചെയ്യില്ല. മീറ്റർ നല്ല പോലെ വർക്ക് ചെയ്തേന്. ഇവിടെ ഒരു 3-4 കട്ടർ കറങ്ങിയപ്പോ മീറ്ററൊക്കെ കൂടി വടക്ക് നോക്കി എന്താ ആയതാ ഒരു വർത്തമാനം. 90 രൂപ ഞാൻ തരൂല. 90 നിങ്ങൾ തരൂലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിവരം അറിയും. എന്തായാലും 90 രൂപ തരാൻ പറ്റില്ല. 90 രൂപ കുറച്ച് കൂടുതൽ തന്നെയാ. നിങ്ങൾ ഈ ചെറ്റ വർത്താനം പറയരുത്. ഞാൻ എന്റെ സ്വഭാവം ഭയങ്കര പെടക്കാ. ചെറ്റ പെറിക്കുന്നുള്ള വർത്താനം നിന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ആരും ഞാനൊരു വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എയറിന്റെ എംബ്ലമായി നിൽക്കണം. അങ്ങനെ എപ്പോഴും എടുത്തോ, പൈസ എടുത്തോ. പിച്ചക്കാർ കൊടുക്കണായിരുന്നു വേണ്ട. അല്ല, ഈ എടുത്തോ, ഈ നന്നാവട്ടെ. 100 രൂപ ഞാൻ ഇവിടെ നന്നാവാ. 3 സെന്റ് സ്ഥലം. 10 രൂപ എടുക്ക്. 100 രൂപ അടുത്ത് ചില്ലറില്ല. 100 രൂപ ആയോ പോട്ടത്തിന്? 100 രൂപ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്ത് തരണല്ലോ. ഗൂഗിൾ പേ ചെയ്യാ. ചില്ലറൊക്കെ കൊണ്ടു നടക്കണോ ഓട്ടോക്കാര്? ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? നമ്പർ ഇടിക്ക്. ഞാൻ എടുക്കാം. സ്കാൻ ചെയ്തു. സർവർ കംപ്ലൈന്റ് കേട്ടോ. അപ്പൊ എന്താക്കും? 10 രൂപയ്ക്ക് 10 രൂപ ഞാൻ തരേ. നിങ്ങൾ ഞാൻ ആ മൂല വരെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കി തന്നെ 10 രൂപ മുതലായി തരാം. എന്താ ആളോ എന്താക്കി? എനിക്ക് പോണ്ട ഇങ്ങോട്ടല്ല. ഇന്നെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? സർവർ കംപ്ലൈന്റ് ആയാൽ ഞാനിപ്പോ അതൊരു പണി. സർവർ ഓക്കെ ആകുമ്പോ ഇങ്ങോട്ട് ആക്കി കേട്ടോ. എത്തിയില്ലെങ്കിൽ ഞാൻ അതിന്റെ പണി ഞാൻ ഏറ്റ്. അത് ഗൂഗിൾ പേ നമ്പറല്ല എന്റെ. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പൈസ എത്തിയില്ലെങ്കിലേ ഞാൻ അന്വേഷിച്ച് വരണ്ട്. ചെല്ല്. അതെ, ഇവിടെ ഒരു രാഘവേട്ടന്റെ വീട് എവിടെയാ അറിയോ? ഏതാ? രാഘവേട്ടൻ. ഏത് നമ്മളെ മരിച്ചുപോയ രാഘവേട്ടൻ്റെയാ? രാഘവേട്ടൻ മരിച്ചോ? ആ, രാഘവേട്ടൻ മരിച്ചുപോയല്ലോ. അയ്യോ, ഞാനേ വില്ലേജ് ഓഫീസിൽ നിന്ന് മൂപ്പർക്ക് ഒരു ജപ്തി നോട്ടീസ് ആയിട്ട് വന്നാണല്ലോ. അത് ശരി. മിനിറ്റ്, ഞാൻ അഡ്രസ്സ് പറഞ്ഞു. മോനെ, വെണ്ടക്കാത്തൊടിയിൽ രാഘവൻ, PK രാഘവൻ. ആ, വെണ്ടക്കാത്തൊടിയില്. ഇത് മരിച്ചുപോയ പൂക്കോയത്ത് രാഘവേട്ടനാ. വെണ്ടക്കാത്തൊടിയിൽ എവിടെയാ? അത് ഇവിടുന്ന് നിങ്ങൾ ബാക്കോട്ട് പോയാൽ മതി. അവിടുന്ന് വരുന്ന ഇങ്ങോട്ട് വഴി ഇവിടെ ഇവിടെ നിങ്ങൾ നേരെ പോവാ. നേരെ പോകുമ്പോ അവിടുന്ന് വലത്തോട്ട് എടുക്കുക. വലത്തോട്ട് ചെറിയ റോഡ് ഉണ്ടാവും. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കട്ട് റോഡ് കാണാം. ആ കട്ട് റോഡ് കയറി കഴിഞ്ഞാല് അവിടെ ഫുള്ള് ഇപ്പൊ വെള്ളം നിറഞ്ഞ് ഫുള്ള് എന്താ പറയാ, ഫുള്ള് വെള്ളം കയറി കിടക്കുക. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് കിടക്കുമ്പോ പൂവങ്കോയ എന്ന് പറഞ്ഞ ആള് വീട് ചോദിച്ചാൽ മതി. പൂവങ്കോയ. അപ്പൊ മൂപ്പരെ വീട്ടിന്റെ തൊടിയിലോട്ട് കയറി കഴിഞ്ഞാല് ഈ രാഘവേട്ടന്റെ വീട്ടിലെത്തും. എന്നാ ശരി കേട്ടോ. ശരിയാട്ടോ. നടത്തം തന്നെ. എന്താ ചെയ്യ, ഒരു സാധനം ഒന്ന് മുറ്റത്തിട്ടുണക്കാവരിക്കും. ഇതനക്ക് ഇങ്ങനെ വയറ് നിറയെ തിന്നു പോകാനിത് സപ്ലൈക്കോല അരിയല്ലത്. ദാദി വില കൊടുത്തിട്ട് ആ അദ്രൈമൂൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഒരു മണി അരിയാ പോയ എൻ്റെ കായ പോണത്. $38 അരിക്ക് 45 ഉറുപ്പ്യയുടെ കണ്ണാടിയാ വെച്ചേക്കണേ. എന്നിട്ടും കാക്കൊക്കെ ഉണ്ട് നല്ല കൂസല്. അതെ, എവിടക്ക പോണേ? ഇങ്ങോട്ട് വരി. ഞാൻ നമ്മള് രാഘവേട്ടന്റെ വീട്ടിലേക്കാ. അത് കോയയുടെ വീടാണ്. അല്ല, അത് മനസ്സിലായി. ഇതിന്റെ പുറകിലല്ലേ രാഘവേട്ടന്റെ വീട്? പുറകിൽ തന്നെ വീട്. അപ്പൊ ഇതിലാണ്ട് പോവാ. ഇതേന്ന് പോണ്ട അവിടേക്ക്. രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പുറകിൽ കൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കായ് കൊടുത്ത് ഈ സ്ഥലം മേടിച്ചിട്ടേക്കണത്. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണേ. നിങ്ങൾ ഏത് പകർന്നു വന്നാലും വേണ്ടിയില്ല, അദ്ദേഹം പോവാൻ പറ്റില്ല. അല്ല, ഞാൻ ഇതിലേ കൊണ്ട് പോയിക്കോളാം. എളുപ്പല്ലേ പോവാൻ? പോവാനൊക്കെ എളുപ്പമുണ്ട്. പതിയേനെ പോവാ വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടേക്ക്. 50 മീറ്റർ ഉള്ളു. പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല. അതല്ലേ കളി. എനിക്കിഷ്ടല്ല. അല്ല, ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പോഴേ അയാൾ പറഞ്ഞൊരു പൂവങ്കോയന്റെ തൊടി കൂടെ കണ്ട് പോയാൽ മതി. പൂവങ്കോയന്റെ ആരങ്ങനെ പറഞ്ഞു? അവിടെ ഒരു പണിയെടുക്കുന്ന ഒരാള് റോഡിന്റെ സൈഡിൽ. അയാൾ പറയാ പൂവങ്കോയാന്ന്. ആരാ പൂവങ്കോയ? പൂവങ്കോയ ഓന്റെ വാപ്പ. നിങ്ങളോട് പറഞ്ഞില്ലേ ഓന്റെ വാപ്പ പൂവങ്കോയ, അല്ലാണ്ട് ഞാനല്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മാമാടോടുന്ന് ഒരു പൂവങ്കാട് ഒരു കൊല ഞാൻ വെട്ടി. ദാരിദ്ര്യം കൊണ്ടാണ്.
അന്ന് അത് വെട്ടിയപ്പോ എന്റെ മാമാടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്താച്ചാ ചെയ്തോ പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത്. അന്ന് മുതൽ ഈ കള്ളൈമാറുകൾ എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവങ്കോയാന്ന്. ഇപ്പൊ ഇതൊന്നും അറിയില്ലോ, കീഴണ്ട് പോവാൻ. അതെ, അങ്ങനെ പൂവണ്ട അങ്ങനെ ഞാന് ഇല്ല പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു തന്നെ. പക്ഷെ നിങ്ങൾ ഇന്നെ പൂവങ്കോയാന്ന് വിളിച്ചു. ഇനി ഇതേ പോവാൻ പറ്റില്ല. അല്ല, ഇനി ഞാൻ പൂവങ്കോയെന്ന് വിളിക്കൂല നിങ്ങളെ. നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം വിളിക്കുന്നു? ഇപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ വിളിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പോവണ്ട, അത് നടക്കൂല. വേറെ വഴി എന്ന് പറഞ്ഞാൽ വേറെ വഴിയുണ്ട്, 1.5 കിലോമീറ്റർ പോണം. ഇതേന്ന് പറഞ്ഞാൽ ഇവിടെ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. ഞാൻ സമ്മതിക്കൂല. രാഘവന്റെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് പറഞ്ഞോളി ഇതേനെ കടക്കാൻ നോക്കിയപ്പോ സമ്മതിക്കാണ്ട് 1.5 കിലോമീറ്റർ അതേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടോടക്ക് വരുന്നതെന്നൊന്നും കൊണ്ടിട്ട് പറഞ്ഞോളേട്ടാ. അത് ഓൻ കേട്ടൊക്കെ ഒരു സുഖാണേ. പോട്ടെ. എന്നാ പൊയ്ക്കാം. പൂവങ്കോയ പോട്ടാ. കള്ളയി മാറ എന്റെ മാപ്പാണ് പൂവങ്കോയ. നല്ല തെറ്റാലേ ഓൻ്റെ അടുക്ക് വരുന്നവനും ഓനും ഒക്കെ ഒരു ജാതി തന്നെ. ഏജാലികള് പാക്കയായിരുന്നു ഇവിടെ കടന്നിട്ട് കാക്കാണ്ട്. പൂവങ്കോയി അല്ലേ അത്? അല്ല, ചാത്തൻകോഴി. എന്റെ പേര് ഞാൻ എന്നെ പറഞ്ഞ് കളിയാക്കുക. വളവ് നേരെ വാ. എന്നിട്ട് നേരെ വന്നിട്ട് ഒരു കോയൻ്റെ വീടുണ്ട്, പൂവങ്കോയാന്ന് പറഞ്ഞ ആള് പറഞ്ഞു തരും. അതെ, അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ആടെ വെക്കാം. എന്നിട്ട് മുറിയെ ഒരു പറമ്പേ, ആ പറമ്പേ ഇങ്ങോട്ട് കിടക്കണ്ടോ, എന്നാ എൻ്റെ പറമ്പായി. പിടിച്ചിട്ട് അതിലെ കൂടെ ഓനെന്തെങ്കിലും ഉടക്കം വരും, അന്നേരം കിടക്കാണ്ട് പോടാന്ന് പറഞ്ഞാൽ മതി. ഓനെന്തെങ്കിലും നോക്കിക്കൊടുക്കും. ആയിക്കോട്ടെ. അതെ, രാഘവൻ എന്ന് പറഞ്ഞ ആളെ വീട് ആണോ? അതെ, എൻ്റെ വീട് തന്നെ. ഞാനാ രാഘവൻ. ശരി. ആരാ? എന്ത് പറ്റി? ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരും. എൻ്റെ ഒരു മൊയ്തൂന്നാണേ. അപ്പൊ ഞാൻ ആ തോട് മുറിച്ച് കളിക്കാൻ വേണ്ടി ചാടിയായിരുന്നു. ചാടിയപ്പോ വീണ്. ചടിയിൽ വീണല്ലേ? ആകെ വീണ് ഒക്കെ മുറിഞ്ഞ്. അതില് വളഞ്ഞു വന്നിനി. ഇത് ഈ കോയന്റെ വീട്ടിലെ ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് കടന്നാ പോരെ? കോയന്റെ വീട്ടിൽ കൂടെ വരാനാണ് നിന്നത്. പക്ഷെ കോയ സമ്മതിച്ചില്ല. ഓന്റെ അരപ്പനാണ് ചറ്റിയത്. നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കണേ. അതിലെ വിടൂലെന്ന് നിങ്ങളോട് പറയണം. ഓൻ പറയും. എന്നിട്ട് ഞാൻ അതിലെ ചുറ്റി കളഞ്ഞു വന്ന. അതല്ലേ എന്തെങ്കിലും വന്ന് എന്താ കാര്യം? ഞാനേ നിങ്ങൾക്ക് ഒരു ജപ്തി നോട്ടീസ് തരാൻ വേണ്ടി വന്നാ. ജപ്തി നോട്ടീസാ? എന്തിന്റെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിണ്ടാവും, അടിക്കാത്തതിന്റെ ആയിരിക്കും. അപ്പൊ നിങ്ങള് വില്ലേജ് ഓഫീസ് വരും വേണം കേട്ടോ. മേടിക്ക്. കുറച്ച് വൈകിട്ട് വന്നാൽ മതിയായിരുന്നല്ല. അതെ, എനിക്കിതൊന്ന് കഴുകാൻ പറ്റുമെന്ന്. കഴുകിയാലൊന്നും പോരാ, കുളിക്കാവാ. കുളിമുറി ഉണ്ട്. ഉണ്ടോ? കുളിക്കാനുള്ള സൗകര്യം തരാം. ഒന്നിത് ജപ്തി നോട്ടീസ് തൽക്കാലം മാറ്റി വെക്കാൻ പറ്റുമോ? അതെങ്ങനെയപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് അതൊക്കെ നിങ്ങൾ ലോൺ അടയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. ഇവിടെയാണ് അവിടെ. മറിമായം